ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നിരീശ്വരവാദികൾ രംഗത്ത് വരും. അങ്ങനെ അവർ വിശ്വാസികളെ പരിഹസിക്കാൻ ആവേശം കാണിക്കുന്നു. നിങ്ങളുടെ ദൈവം ഇപ്പോൾ എവിടെ? എന്തുകൊണ്ട് ദൈവം സഹായിക്കുന്നില്ല? ക്രൂരനല്ലേ നിങ്ങളുടെ ദൈവം എന്നൊക്കെ അവർ സമൂഹത്തിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അള്ളാഹു ഈ ഭൂമിയിൽ പരീക്ഷണങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിരീശ്വരവാദികളുടെ ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടായേനെ. എന്നാൽ അങ്ങനെയല്ലല്ലോ. അള്ളാഹു പരീക്ഷണങ്ങളെക്കുറിച്ച് പ്രമാണങ്ങളിൽ ഖുർആനിലും ഹദീസിലും നിരവധി തവണ താക്കീത് നൽകിയിട്ടുണ്ട്. ആർക്കത് ബാധിക്കും? അത് ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ബാധിച്ചാൽ എന്ത് ചെയ്യണം? ബാധിച്ചവർക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചെല്ലാം അള്ളാഹു വിശദമായും വളരെ വ്യക്തമായും പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. അവരെ ഭയപ്പെടുത്താൻ മാത്രമാണ് നാം ഈ ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത്. ഇത് സൂറത്ത് ഇസ്രായിലെ 17-ാം അധ്യായം 59-ാം വചനം. അള്ളാഹു പറഞ്ഞു, ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക, അവൻ എത്ര കഴിവുള്ളവൻ, നിങ്ങളുടെ മുകളിൽ നിന്നോ നിങ്ങളുടെ കാലുകളുടെ അടിയിൽ നിന്നോ നിങ്ങളിൽ നിന്ന് വല്ല ശിക്ഷയും അയക്കുവാൻ. സൂറത്ത് അന്നാമിലെ 6-ാം അധ്യായം 65-ാം വചനം. അബൂ ഷൈഖ് അൽ അസ്ബഹാനി ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം മുജാഹിദിൽ നിന്ന് വിവരിക്കുന്നു. ഇമാം മുജാഹിദ് റഹിമഹുല്ലാ സഹാബാക്കളിൽ നിന്ന് പഠിച്ച മഹാനായ പണ്ഡിതനാണ്. പറയുക, മുകളിൽ നിന്ന് നിങ്ങൾക്ക് ശിക്ഷ അയക്കാൻ അവന് കഴിവുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഭയാനകരമായ നിലവിളി, ആകാശത്തിൽ നിന്ന് കല്ലുകൾ വീഴുന്നു, വേദനാജനകമായ കാറ്റ്, അല്ലെങ്കിൽ നിന്റെ കാലിനടിയിൽ നിന്ന് എന്ന് അള്ളാഹു പറഞ്ഞ സന്ദർഭം മുജാഹിദ് റഹിമഹുല്ല പറഞ്ഞു, ഭൂകമ്പമോ ഭൂമിയിൽ ഇടിഞ്ഞ് വീഴലോ. ഇനി അള്ളാഹു പറഞ്ഞു, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് ഏതൊരാപത്ത് ബാധിക്കുന്നതായാലും അത് നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ച നിമിത്തമായിരിക്കും. പലതിനെ സംബന്ധിച്ചും അവൻ മാപ്പ് നൽകുകയും ചെയ്യുന്നു. ഇത് സൂറത്ത് ശൂറ 42-ാം അധ്യായം 30-ാം വചനം. അള്ളാഹു പറഞ്ഞു, മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിൻ അല്ലാഹി വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്. നന്മയായിട്ട് നിനക്ക് എന്ത് തന്നെ ബാധിച്ചാലും അത് അള്ളാഹുവിങ്കിൽ നിന്നത്രേ. തിന്മയായിട്ട് നിനക്ക് എന്ത് തന്നെ ബാധിച്ചാലും അത് നിന്നിൽ നിന്നും അത്രേ ഉണ്ടാകുന്നത്. ഇത് സൂറത്ത് നിസായിലെ 4-ാം അധ്യായം 79-ാം വചനം. അള്ളാഹു പറഞ്ഞു, ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബൻ വമിൻഹും മൻ അഖസത്ഹു സയ്ഹതു വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള വമിൻഹും മൻ അഗ്റഖ്നാ വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അതിനാൽ എല്ലാവരെയും അവനവൻ്റെ കുറ്റത്തിന് നാം പിടിച്ചു ശിക്ഷിച്ചു. അങ്ങനെ നാം ചരൽക്കാറ്റ് അയച്ചിട്ടുള്ളവർ അവരിലുണ്ട്, ഘോര ശബ്ദം പിടിപ്പെട്ടവരും അവരിലുണ്ട്, നാം ഭൂമിയിൽ ആഴ്ത്തിയവരും അവരിലുണ്ട്, നാം വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചവരും അവരിലുണ്ട്. അള്ളാഹു അവരോട് അക്രമം ചെയ്യുകയായിരുന്നില്ല, പക്ഷേ അവർ തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയായിരുന്നു ചെയ്തത്. ഇത് സൂറത്ത് അൻകബൂത്ത് 29-ാം അധ്യായം 40-ാം വചനം. അതിനാൽ പ്രായപൂർത്തിയായ, അപ്പോൾ ഈ ആയത്തിൽ എന്താ പറയുന്നത്? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാരണം നമ്മളാണ്, അള്ളാഹു അല്ല എന്ന് ഈ ആയത്തുകളിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനാൽ പ്രായപൂർത്തിയായ ഓരോ വ്യക്തിയും പശ്ചാത്താപത്തോടെ അത്യുന്നതനുമായ അള്ളാഹുവിലേക്ക് തിരിയേണ്ടത് നിർബന്ധമാണ്. അവൻ്റെ മതത്തിൽ ഉറച്ചു നിൽക്കുക. ശിർക്കിൽ നിന്നും അവൻ വിലക്കിയ എല്ലാ കാര്യങ്ങളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും, അനുസരണക്കേടിൽ നിന്നും ജാഗ്രത പാലിക്കുക. പ്രബോധനം ചെയ്യുക. അവർക്കാണ് സുരക്ഷിതത്വവും ക്ഷേമവും മോക്ഷവും. അള്ളാഹു അവരെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അവൻ ഏറ്റവും പരിപൂർണനും ഉന്നതനുമായ അവൻ പറഞ്ഞതുപോലെ എല്ലാ നന്മകൾ നൽകുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പ്രമാണങ്ങൾ നമുക്കിനി നോക്കാം. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർളി വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ.
ആ രാജ്യക്കാർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, വിദ്അത്തുകൾ ചെയ്യാതിരിക്കുക, ഹറാമുകൾ ചെയ്യാതിരിക്കുക, നാം അവർക്ക് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ബർക്കത്തുകൾ, അനുഗ്രഹാഭിവൃദ്ധികൾ തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു. എങ്കിലും അവർ വ്യാജമാക്കുകയാണ് ചെയ്തത്. അതിനാൽ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചിരുന്നത് നിമിത്തം അവരെ നാം പിടിച്ചു ശിക്ഷിച്ചു. ഇത് സൂറത്ത് അഅറാഫ് 7-ാം അധ്യായം 96-ാം വചനം. വലൗ അന്നഹും അഖാമുത് തൗറാത്ത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം. തൗറാത്തും ഇൻജീലും അവരുടെ റബ്ബിങ്കിൽ നിന്ന് അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതും അഥവാ ഈ ഖുർആൻ അവർ നിലനിർത്തിയിരുന്നുവെങ്കിൽ അവരുടെ മുകൾ ഭാഗത്തു നിന്നും അവരുടെ കാലുകളുടെ താഴ്ഭാഗത്തു നിന്നും അവർ തിന്നുക തന്നെ ചെയ്യുമായിരുന്നു, ആഹാരം ലഭിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഇത് സൂറത്തുൽ മാഇദ 5-ാം അധ്യായം 66-ാം വചനം. അഫ അമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അവ അമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. അഫ അമിനു മക്കറല്ലാഹ് ഫലാ യഅമനു മക്കറല്ലാഹ് ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അപ്പോൾ തങ്ങൾ ഉറങ്ങുന്നവരായിരിക്കെ രാത്രി വേളയിൽ നമ്മുടെ ശിക്ഷ തങ്ങൾക്ക് വരുന്നതിനെക്കുറിച്ച് ഭയപ്പെടാതെ ആ നാട്ടുകാർ സമാധാനപ്പെട്ടിരിക്കുകയോ? തങ്ങൾ കളിച്ചുകൊണ്ടിരിക്കെ പൂർവാഹന ഇളയുച്ചവേളയിൽ തങ്ങൾക്ക് നമ്മുടെ ശിക്ഷ വരുന്നതിനെയും ഭയപ്പെടാതെ ആ രാജ്യക്കാർ, ആ നാട്ടുകാർ സമാധാനപ്പെട്ടിരിക്കുകയാണോ? അത് ചോദിക്കുകയാണ്. സൂറത്ത് അഅറാഫിലെ 7-ാം അധ്യായം 97 മുതൽ 99 വചനം. അപ്പോൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ വ്യക്തമാണ്. ശിക്ഷ ഉറങ്ങുന്നവരായിരിക്കെ രാത്രി വേളയിൽ വരാം, അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കെ പൂർവാഹന ഇളയുച്ചവേളയിൽ വരാം. ഇതിനൊക്കെ നാം ഇന്ന് സാക്ഷികളാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പട്ടണത്തിൽ വ്യഭിചാരവും പലിശയും വ്യാപകമായാൽ അവർ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് തന്നെ അനുവദനീയമാക്കിയിരിക്കുന്നു. ഇത് സഹീഹ് അൽ ജാമി 679. അള്ളാഹു പറഞ്ഞു, ഫലമ്മാ നസൂ മാ സുക്കിറൂ ബിഹി അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂഇ വഅഖദ്നല്ലദീന ളലമൂ ബിഅദാബി ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ. എന്നാൽ അവരോട് ഉപദേശിക്കപ്പെട്ടത് അവർ വകവെക്കാതെ മറന്നുകളഞ്ഞപ്പോൾ ആ ദുഷ്പ്രവൃത്തിയെക്കുറിച്ച് വിരോധിച്ചിരുന്നവരെ നാം രക്ഷപ്പെടുത്തി. ബാറക്കല്ലാഹു ഫീക്കും. ഇത് സൂറത്ത് അഅറാഫ് 7-ാം അധ്യായം 165-ാം വചനമാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണം തഫ്സീർ സാദിയിൽ ഇമാം സാദി റഹിമഹുല്ലാഹ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടിമകളെ സംബന്ധിച്ചുള്ള അവൻ്റെ സുന്നത്താണിത്. ശിക്ഷ ഇറങ്ങുമ്പോൾ, ശിക്ഷ വരുമ്പോൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ, പ്രബോധനം ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. അപ്പോൾ ദുരന്തങ്ങളും പരീക്ഷണങ്ങളും നമ്മുടെ സ്വന്തം പാപങ്ങളുടെ അനന്തരഫലമാണെന്നും ഷിർക്ക്, ബിദ്അത്ത്, ഹറാമുകൾ ചെയ്യാത്ത പ്രബോധകരെ അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അവൻ ഏറ്റവും പരിപൂർണനും ഉന്നതനുമായ അള്ളാഹു പറഞ്ഞതുപോലെ എല്ലാ നന്മകളും നൽകുകയും ചെയ്യുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഈ ആയത്തുകളും ഹദീസുകളും. അതുകൊണ്ട് നാം നമ്മെ തന്നെയല്ലാതെ മറ്റാരെയും കുറ്റപ്പെടുത്തരുത്, അള്ളാഹുവിനെയും ഒരിക്കലും കുറ്റപ്പെടുത്തരുത്, ചോദ്യം ചെയ്യരുത്. അള്ളാഹു പറഞ്ഞു, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അവൻ ചെയ്യുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല, അള്ളാഹു ചെയ്യുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല. അവരാകട്ടെ, അഥവാ നമ്മളാകട്ടെ, മനുഷ്യരാകട്ടെ ചോദിക്കപ്പെടുന്നതുമാണ്. ഇത് സൂറത്ത് അംബിയയിലെ 21-ാം അധ്യായം 23-ാം വചനം. നമുക്ക് വിശ്വസ്തനായ, സത്യസന്ധനായ, ആത്മാർത്ഥതയും കഴിവുമുള്ള ഒരു ഡോക്ടർ നമ്മുടെ പിഞ്ചു കുഞ്ഞിന് വളരെ കയ്പുള്ള ഒരു മരുന്ന് അല്ലെങ്കിൽ കയ്യോ കാലോ വെട്ടണം എന്നാണ് ചികിത്സ എന്ന് ആ ഡോക്ടർ പറഞ്ഞാൽ നാം ഈ ഡോക്ടറെ ചോദ്യം ചെയ്യുകയില്ലല്ലോ, കുറ്റപ്പെടുത്തുകയില്ലല്ലോ, ക്രൂരനാണെന്ന് പറയില്ലല്ലോ. മറിച്ച് ഇത് കുട്ടിയുടെ നന്മക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി ആ ചികിത്സയുമായി മുന്നോട്ട് പോവുകയല്ലേ ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളുടെ പിന്നിലെ യുക്തി നമുക്ക് മനസ്സിലാകാതിരിക്കാം. അള്ളാഹുവിനെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല.
അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും നല്ല ധാരണ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഷെയ്ഖ് മുഖ്ബിൽ ഇബ്നു ഹാദി അൽ വാദി റഹിമഹുല്ല പറഞ്ഞു, ഈ ദൃഷ്ടാന്തങ്ങൾ ഒരു പരീക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ അവ ഭയപ്പെടുത്തുന്ന സംഭവങ്ങളായിരിക്കാം. ഇത് അൽ ഹുക്മു ഫീ മൻ യഖൂലു ഇന്നൽ സലാസല വൽ ഫൈദനാത് കവാരിസു തബിയ്യ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അയക്കുന്ന ഈ ദൃഷ്ടാന്തങ്ങൾ മരണം കാരണമാകില്ല. തൻ്റെ ദാസന്മാരെ ഭയപ്പെടുത്താൻ അള്ളാഹു അവ ഉപയോഗിക്കുന്നു. അതിനാൽ ഈ ദൃഷ്ടാന്തങ്ങളിൽ ഒന്ന് നിങ്ങൾ കണ്ടാൽ പ്രാർത്ഥിക്കാനും ദിക്റുകൾ ചൊല്ലാനും പശ്ചാത്തപിക്കാനും തിടുക്കം കൂട്ടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് സഹീഹ് ബുഖാരിയിലെ 1059 മുസ്ലിമിലെ 912 ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, ചിലപ്പോൾ അള്ളാഹു ഭൂമിയെ ശ്വാസമെടുക്കാൻ അനുവദിക്കുകയും അതുമൂലം ഭൂമിയിൽ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അതിൻ്റെ അനന്തരഫലമായി അവൻ്റെ ദാസന്മാർ ഭയപ്പെടുന്നു. അവർ പശ്ചാത്തലത്തോടെ അവനിലേക്ക് തിരിയുന്നു. അവർ പാപവും അനുസരണക്കേടും ഉപേക്ഷിക്കുന്നു. അവർ വിജ്ഞാനിതരാകുന്നു. താഴ്മയോടെ അവർ അവൻ്റെ മുമ്പാകെ പശ്ചാത്തപിക്കുന്നു. ഭൂമി കുലുങ്ങിയപ്പോൾ സലഫുകളിൽ മുൻഗാമികളിൽ ഒരാൾ പറഞ്ഞതെന്താ? തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ ഉപദേശിക്കുകയാണ് എന്നാണ് സലഫുകൾ ഒരാൾ പറഞ്ഞത്. അതുകൊണ്ട് ദുരന്തങ്ങളുണ്ടായാൽ അത് അള്ളാഹു ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അഹങ്കാരമില്ലാത്തവൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. ദുരന്തങ്ങൾ നല്ലവരെയും ബാധിക്കും. അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഷഹീദാകാം, രക്തസാക്ഷിയാകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രക്തസാക്ഷികൾ 5 പേരാണ്. ആരെങ്കിലും മുങ്ങി മരിക്കുകയോ പ്ലേഗ് ബാധിച്ചോ ഉദരരോഗം മൂലമോ വീണ അവശിഷ്ടങ്ങൾ കൊണ്ടോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുകയോ ചെയ്താൽ അവൻ ഷഹീദാണ്, രക്തസാക്ഷിയാണ്. ഇത് ബുഖാരിയിലെ 659 2829 മുസ്ലിമിലെ 1914 പ്രബോധകരെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യും. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങൾ അവന് നന്മയാണ്. ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അതുകൊണ്ട് അള്ളാഹു ക്രൂരനല്ല, കാരുണ്യവാനാണ്. ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ദുരന്തം ബാധിച്ചാൽ അവൻ ഒന്നുകിൽ മനോരോഗിയാകാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേക്കാം. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അവനെ പരാജയം പിടികൂടാം. അതുകൊണ്ട് ദൈവവിശ്വാസിക്കാണ് എപ്പോഴും നല്ല ഒരവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദ്ദസ്ന ഹദ്ദാബ് ഇബ്നു ഖാലിദ് അസ്ദി വശൈബാൻ ഇബ്നു ഫറൂഖ ജമീഅൻ അൻ സുലൈമാൻ ഇബ്നുൽ മുഗീറ واللفظ لشيبان حدثنا سليمان حدثنا ثابت عن عبد الرحمن بن أبي ليلى عن سهيب قال قال رسول الله صلى الله عليه وسلم عجبا لأمر المؤمن إن أمره كله خير وليس ذلك لأحد إلا للمؤمن إن أصابته سراء شكر فكان خيرا له وإن أصابته ضراء صبر فكان خيرا له. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ. കാരണം അവൻ്റെ എല്ലാ കാര്യങ്ങളിലും നന്മയുണ്ട്. ഒരു വിശ്വാസിയുടെ കാര്യത്തിലല്ലാതെ മറ്റാരുടെയും അവസ്ഥ അങ്ങനെയല്ല. കാരണം അവന് സന്തോഷം ബാധിച്ചാൽ അവൻ അള്ളാഹുവിന് നന്ദി പറയുന്നു, അതിൽ അവന് നന്മയുണ്ട്. അവനൊരു കുഴപ്പം ബാധിച്ചാൽ അവൻ ക്ഷമയോടെ സഹിക്കുന്നു, അതിലവന് നന്മയുണ്ട്. ഇത് സഹീഹ് മുസ്ലിമിലെ 2999 ഹദീസാണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഏറ്റവും മികച്ച നിലയിലായിട്ടും ദുരന്തങ്ങൾ പ്രവചിക്കാനോ തടയാനോ സാധിക്കുന്നില്ല എന്നത് തെളിയിക്കുന്നത് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു പറഞ്ഞു, വമാ ഹലക്നാ മിൻ ഖറിയത്തിൻ ഇല്ലാ വലഹാ കിതാബുൻ മഅലൂം. ഒരു രാജ്യത്തെയും ഒരു നാട്ടുകാരെയും തന്നെ അതിന് അറിയപ്പെട്ടതായ ഒരു നിശ്ചിത നിയമം ഉണ്ടായിക്കൊണ്ടല്ലാതെ നാം നശിപ്പിച്ചിട്ടില്ല. മാ തസ്ബീഖു മിൻ ഉമ്മത്തിൻ അജലഹ വമാ യസ്തഖിറൂൻ. ഒരു സമുദായം തന്നെ അതിൻ്റെ നിശ്ചിത അവധിയെ മുൻകടക്കുകയില്ല, അവർ അതിനപ്പുറം പിന്തിപ്പോകുകയുമില്ല. സൂറത്തുൽ ഹിജ്റിലെ 15-ാം അധ്യായം 5-ാം വചനാണ്. അതുകൊണ്ട് ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നാം മനസ്സിലാക്കി, അത് പാപങ്ങൾ നിമിത്തമാണ്. അതിനുള്ള പരിഹാരവും നാം മനസ്സിലാക്കി ഉടനെ തൗബ ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
മാ നസൽ ബലാഉൻ ഇല്ലാ ബിദംബിൻ വലാ റുഫിയ ഇല്ലാ ബിതൗബത്തിൻ. പാപം മൂലമല്ലാതെ ഒരു വിപത്ത് ഇറക്കപ്പെടുന്നില്ല, തൗബയോടല്ലാതെ അത് ഉയർത്തപ്പെടുന്നതുമല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ജവാബ് അൽ കാഫി അദ്ദാഉ വദ്ദവാഉ രോഗവും ചികിത്സയും എന്ന പുസ്തകത്തിൽ 1-ാം വോള്യം 74. അതുകൊണ്ട് ഉടനെ തൗബ ചെയ്യുക. തൗബയുടെ ഒരു ഷർത്ത് ഉപാധി ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ഉടനെ നിർത്തുക എന്നതാണ്. ദുരന്തത്തിൽ വീടും സ്വത്തും സമ്പത്തും കുടുംബവും നഷ്ടപ്പെട്ടവർ നാം ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ ആയത്തുകളും ഹദീസുകളും പറഞ്ഞുകൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുക. ഒരിക്കൽ പോലും അള്ളാഹുവിനെ ചോദ്യം ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് എന്ന് ഉപദേശിക്കുക. അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് അവരെ അറിയിക്കുക. ദുരന്തം ബാധിക്കാത്തവർക്കുള്ള പാഠം അവർ ഉടനെ തൗബ ചെയ്യുക. മറ്റൊന്ന്, ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം സമയങ്ങളിൽ ദുരന്തം ബാധിച്ചവർക്കും ബാധിക്കാത്ത ദരിദ്രരോടും ആവശ്യക്കാരോടും കരുണ കാണിക്കാനും അവർക്ക് ദാനം ചെയ്യാനും ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമു തുർഹമു, കരുണ കാണിക്കുക, നിങ്ങൾക്ക് കരുണ കാണിക്കപ്പെടും. അഹ്മദിലെ 6255. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുർ റഹ്മാനു ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമായി. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് പരമകാരുണികൻ കരുണ കാണിക്കും. അതിനാൽ ഭൂമിയുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തിന് മുകളിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇത് തിർമിദിയിലെ 1924. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലാ യർഹമു ലാ യുർഹമു, കരുണ കാണിക്കാത്തവനോട് കരുണ കാണിക്കപ്പെടില്ല. ഇത് ബുഖാരിയിലെ 6013. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ഫീ ഹാജത്തിൻ അഖീഹി കാന അല്ലാഹു ഫീ ഹാജത്തിഹി. ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയാൽ അള്ളാഹു അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റും. ഇത് ബുഖാരിയിലെ 6951, മുസ്ലിമിലെ 2550. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് വിശ്വാസിയുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുന്നവന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് അള്ളാഹു അവന് ലഘൂകരണം നൽകും. ഒരടിമ തൻ്റെ സഹോദരനെ സഹായിച്ചാൽ അള്ളാഹു ആ അടിമയെ സഹായിക്കുന്നതാണ്. ഇത് മുസ്ലിമിലെ 2699, തിർമിദിയിലെ 1425. അങ്ങനെ ഈ അർത്ഥം ഉൾക്കൊള്ളുന്ന നിരവധി ഹദീസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഭൂകമ്പം ബാധിച്ചവർക്കും മറ്റ് ദരിദ്രർക്കും അവശർക്കും എല്ലാം നമ്മൾ സഹായം ചെയ്യുക, കരുണ കാണിക്കുക, സദഖ ചെയ്യുക, വേണ്ട സഹായങ്ങൾ ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹുവെ നമ്മുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ശരിയാക്കണമേ. അള്ളാഹുവെ മതത്തെക്കുറിച്ച് അവബോധം നൽകുകയും അതിൽ ഉറച്ചു നിൽപ്പിക്കുകയും ചെയ്യണമേ. അള്ളാഹുവെ തെറ്റിദ്ധാരണയിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ശൈത്താൻ്റെ പ്രേരണയിൽ നിന്നും അഭയം നൽകണമേ. അള്ളാഹുവാണ് എല്ലാ കഴിവുമുള്ളവൻ. അള്ളാഹു നമ്മെ അനുസരണയുള്ള ദാസന്മാരാക്കട്ടെ. ഭാവിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് അവൻ നമ്മെ സംരക്ഷിക്കട്ടെ. എന്നിരുന്നാലും ഒരു ദുരന്തം നമ്മെ ബാധിക്കുമെന്ന് അവൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് ആശ്വാസവും സഹായവും നൽകട്ടെ. മരണപ്പെട്ട മുസ്ലിങ്ങൾക്ക് അവൻ രക്തസാക്ഷിത്വം നൽകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ഹഫിദകുമുല്ലാഹ്. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.